ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥൻ. 3 പതിറ്റാണ്ടുകാലം ഇയാൾ ഒരു ഭൂവുടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. പെരുമഴയുള്ളൊരു രാത്രിയിൽ പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി മാറി. സൗകര്യപൂർവ്വം അയാൾ പാടില്ല. ശലോമോന്റെ രാജ്യാതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട. അയാളെ ഉടനടി സ്ഥാനഭ്രഷ്ടനാക്കുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുക. ഉത്തരവ് പോലെ 3 പതിറ്റാണ്ടുകാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശിഷ്ടകാലം ജീവിക്കാനുള്ള സമ്പത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ അനുവദിച്ചു കൊടുക്കുക. അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കുവാൻ മുതിർന്ന പിശകുരന്മാരെ ഏർപ്പാടാക്കൂ. പ്രഭാതവന്ദനം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങ് ഈ നീതിപീഠത്തിലേക്ക് കയറിയതാണ്. 100 കണക്കിന് വ്യവഹാരങ്ങൾക്ക് അങ്ങ് പരിഹാരം ഓതിക്കഴിഞ്ഞു. പലതും അതികഠിനമായ കൂനാങ്കുരുക്കുകൾ. ഇനി അല്പ വിശ്രമമാവാം. ന്യായം കാംക്ഷിച്ചെത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവരുടെ വദനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം, ഇവ നൽകുന്ന സംതൃപ്തി വിഭവസമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുതാണ്. നിന്റെ കുഞ്ഞു ഇവൻ എന്റെ കുഞ്ഞാണ്. ഈ മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ നമ്മുടെ മുന്നിലും തർക്ക കോലാഹലങ്ങളും നിയന്ത്രണമില്ലാതെ കണ്ടക്ഷോഭം നടത്തി കലഹിക്കുന്ന ആ സ്ത്രീജനങ്ങളെ ഈ നീതിപീഠത്തിന് മുന്നിലെത്തിക്കൂ. അതിർത്തി ഗ്രാമമായ മർവാനിയിൽ നിന്നെത്തിയ 2 വിധവകൾ. ഒരുത്തിയുടെ കയ്യിൽ തേജസ്സുറ്റ ഒരാൺകുഞ്ഞ്. രണ്ടാളും ആ കുഞ്ഞിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് പരസ്പരം പോരടിക്കുന്നു. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലോമോന്റെ സന്നിധിയിലാണെന്ന് വിസ്മരിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകും. ഹേ വഴക്കടിക്കുന്ന യെരുശലേം വനിതകളെ, തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞും അവന്റെ മാതൃത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന 2 അമ്മമാരും. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? തിരുമനസേ, ഏറെക്കാലമായി ഇവരോടൊന്നിച്ച് ഒരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിദ്രയിലാണ്ട നേരത്ത് ഇവളുടെ കുഞ്ഞിനെ മീതെ മറിയുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഗാഢനിദ്രയിൽ അമർന്നുപോയ എന്റെ അടുക്കൽ ആ കുഞ്ഞിന്റെ ശരീരം ഉപേക്ഷിച്ച് ഇവൾ എന്റെ ഓമന കുഞ്ഞിനെയും എടുത്ത് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ തേടി ചെന്ന എന്നെ ഇവൾ ആട്ടി പുറത്താക്കി. അധിക്ഷേപിച്ചും അപമാനിച്ചും ഇവരെന്നെ പുറത്താക്കി. തിരുമനസേ, ഇവളുടെ ജൽപ്പനങ്ങൾ അങ്ങ് വിശ്വസിക്കരുത്. ഇവൾ കല്ല് വെച്ച നുണ പറയുന്നു. ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം ഓമനക്കുട്ടൻ. അസുഖകരമായ ഈ സമസ്യയ്ക്ക് മുന്നിൽ അസ്വസ്ഥ ചിത്തമായ മനസ്സുമായി നാം നിൽക്കുന്നു. ഇവരിൽ ഒരാൾ ശരിയും ഒരാൾ തെറ്റുമാണ്. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയുന്നു. ന്യായാധിപ ശ്രേഷ്ഠ, സമാനമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത അങ്ങയുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പ്രവിശ്യ ന്യായാധിപന്മാർ പരാജയപ്പെട്ട ഈ ഗൗരവ പ്രശ്നത്തിന് മുന്നിൽ ഞാനും ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് തിരുമനസേ. ഗൗരവതരമായ ഈ സമസ്യക്കുത്തരം നാം നൽകാം. ഈ കുഞ്ഞിന്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ 2 പേരും ഉണ്ടെന്നിരിക്കെ ഈ കുഞ്ഞിനെ ഇവർക്ക് 2 പേർക്കുമായി വീതിച്ചു നൽകാം. കുഞ്ഞിനെ വീതം വെക്കുകയോ? അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, ആരാച്ചാരെ വിളിക്കൂ. മൂർച്ചയേറിയ ഖഡ്ഗം കൊണ്ട് ഈ കുഞ്ഞിനെ 2ആയി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക. കിട്ടിയത് കൊണ്ട് സായുജ്യമടഞ്ഞ് ഇരുവരും മടങ്ങട്ടെ. അങ്ങ്
അങ്ങനെയെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ. തിരുമനസിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ അതങ്ങ് ഇല്ലാതാവുന്നത് തന്നെ നല്ലത്. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. അയ്യോ, അരുതേ, എന്റെ കുഞ്ഞിനെ കീറി മുറിക്കരുതേ, അവനെ കൊല്ലരുതേ. കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തോളൂ. അവൻ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവനെ എന്നേക്കുമായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിതയും ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ് കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറും. കുലീനയായ വനിതാ രത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിനു മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവിടെ യാത്രയാക്കും. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ ആണ്ടുപോയ ഇവളെ ചികിത്സയ്ക്ക് വിധേയയാക്കും. യെരുശലേമിന്റെ മക്കളെ, മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. സ്നേഹം വിനാശകാരികളായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് നമോവാകും.